ഇപ്പം എല്ലാവർക്കും പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുന്നാളിനൊരു പൊലിവില്ല, ഒരു രസമില്ല, ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ല എന്നൊക്കെയാണ്. പൊലിവുണ്ടോ ഇല്ലെന്നൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞുതരാം. എടാ ചങ്ങായിമാരെ, ഈ പെരുന്നാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ്. നമ്മുടെ സന്തോഷമാണ് കാരണം. ഇപ്പം അങ്ങനെ പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ സമയത്തെ മൂഡും നമ്മളെ ഇൻട്രസ്റ്റിംഗ് ഇല്ലാത്തൊക്കെ കൊണ്ടാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് എടുക്കലോ അല്ലെങ്കിൽ അതൊന്നും അല്ല പെരുന്നാളിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുടുംബക്കാർ, നമ്മുടെ ബന്ധപ്പെട്ട ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ പോവുക, അവരോടൊക്കെ നമ്മൾ കുറച്ചേരം ഇരിക്കുക, അവരോട് ആ ബന്ധം പുലർത്തുക എന്നുള്ളതൊക്കെയാണ് പെരുന്നാളിൻ്റെ പൊലിവ്. അപ്പോൾ അതുപോലെ മനസ്സിലാക്കുക. ഈ ഡ്രസ്സ് എടുക്കൽ മാത്രമല്ല ഇത്തിരി വലിയ സംഭവം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പെരുന്നാളിൻ്റെ പൊലിവുണ്ട് നമ്മളൊക്കെ. ശരിയാണ്, നമ്മളൊക്കെ വലുതാവണ അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്നുണ്ട്. അതും കാരണം നമ്മളൊക്കെ തന്നെയാണ്. നമ്മൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടല്ലേ, നമ്മൾ സുന്ദരമാക്കണമൊക്കെ. നമ്മളെ അനിയന്മാരെ അനിയത്തിമാരെ എത്ര വേണ്ട എൻജോയ് ചെയ്യുന്നുണ്ട്. പെരുന്നാൾ അന്നും ഇന്നും ഒരേ റൂട്ടിലാണ് പോകുന്നത്. നമ്മളെ ചേഞ്ച് കൊണ്ടാണ് അതൊക്കെ. ഓക്കെ, അപ്പം പെരുന്നാൾ പൊലിവില്ല എന്ന് പറയല്ലേ. പെരുന്നാളൊക്കെ അടിപൊളിയാണ്. എല്ലാവരും ഉഷാറായി ആഘോഷിക്കാം. ഡ്രസ്സ് എടുക്കാനൊന്നും അല്ല കേട്ടോ മെയിൻ. ഞാൻ അതൊന്നും വിചാരിച്ച് ആരും നിൽക്കാൻ നിൽക്കണ്ട.